ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് ന്യൂസിൻ്റെ ഏറ്റവും പുതിയതിലേക്ക് സ്വാഗതം. അങ്ങനെ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുകയാണ്. നിലവിലാകട്ടെ താൽക്കാലികമായി ക്ലബിൻ്റെ ഓപ്പറേഷൻസൊക്കെ നിലവിൽ നിർത്തിവെച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. അതിനു പുറമെ ഇപ്പോൾ വലിയൊരു തിരിച്ചടി കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് നേരിട്ടിരിക്കുകയാണ്. നിലവിലാകട്ടെ ക്ലബ്ബ് പഴയൊരു പെർഫോമൻസ് നല്ല പ്രതാപകാലത്തിലേക്ക് തിരിച്ചു വരികയാണ്. ആഷ്ലി വെസ്റ്റ്വുഡിന് കീഴിൽ മികച്ച പെർഫോമൻസ് സീസണിൻ്റെ അവസാനത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെക്കുകയും ഒരു സീസണിൻ്റെ പോയിന്റ് ടേബിളിൽ പകുതിയോടെ എത്തുകയൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് ചെയ്തിരുന്നു. എങ്കിൽ പോലും ഇപ്പോൾ വലിയൊരു തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, AIFF പുറത്തുവിട്ടിരിക്കുന്ന ലൈസൻസ് നേടിയ ടീമുകളുടെ ലിസ്റ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിലില്ല. അടുത്ത സീസണിലേക്കുള്ള ഒരു ലൈസൻസിൻ്റെ ഇഷ്യൂ കാര്യങ്ങളാണ് ഇപ്പോൾ AIFF പുറത്തുവിട്ടിരിക്കുന്നത്. ആ ലിസ്റ്റ് ഒന്ന് വായിച്ചാൽ ലൈസൻസ് കിട്ടിയ സീസൺ നോക്കിയ ടീമുകൾ നോക്കിയാൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC, ഈസ്റ്റ് ബംഗാൾ FC, ജംഷഡ്പൂർ FC, മുംബൈ സിറ്റി FC, ബംഗളൂരു FC ഗോവ, പഞ്ചാബ് FC എന്നീ ടീമുകളാണ്. ലൈസൻസ് കിട്ടാത്ത ക്ലബ്ബുകൾ സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി, ഒഡീഷ FC, മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്, ചെന്നൈയിൻ FC, കേരള ബ്ലാസ്റ്റേഴ്സ്, മുഹമ്മദൻ, ഇന്റർകാശ് എന്നീ ടീമുകൾക്കാണ് ലൈസൻസ് ലഭിക്കാതിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയ തിരിച്ചടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ലഭിച്ചിട്ടുള്ളത്. നിലവിലാകട്ടെ ലൈസൻസ് ഇല്ല എന്ന് കരുതി ISL അടക്കമുള്ള മറ്റ് ലീഗുകളിലൊന്നും പങ്കെടുക്കാൻ സാധിക്കില്ല എന്നൊരു നിയമമൊന്നുമില്ല. നിലവിലൊരു പ്രത്യേക സാങ്ഷൻ പേപ്പർ ഇതിനായി വേണ്ടതുണ്ട്. അതിന് അപേക്ഷ നൽകി അത് കൈവശം വെച്ചാൽ മാത്രമായിരിക്കും ടീമുകൾക്ക് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ സാധിക്കുക. എങ്കിൽ പോലും ലൈസൻസ് ഇല്ലാത്തത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. AFC അടക്കമുള്ള കോമ്പറ്റീഷനിൽ പങ്കെടുക്കണമെങ്കിൽ ലൈസൻസ് റിക്വയർ ചെയ്തേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അറിയണം കേരള ബ്ലാസ്റ്റേഴ്സിന് എന്തുകൊണ്ടാണ് ലൈസൻസ് ലഭിക്കാതിരുന്നത്. പല കാരണങ്ങൾ വരും. നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ കപ്പാസിറ്റി, അതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതുപോലെ പ്ലേയേഴ്സിൻ്റെ സാലറി, ടീമിൻ്റെ പെർഫോമൻസ്, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ, അങ്ങനെ പല കാരണങ്ങളാൽ ലൈസൻസ് നഷ്ടപ്പെട്ടേക്കാം. അതേത് കാരണം കൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ലൈസൻസ് നഷ്ടമായെന്നറിയില്ല. അത് കണ്ട് പരിഹരിച്ച് ലൈസൻസ് റിക്വയർ ചെയ്യാൻ സാധിക്കട്ടെ കേരള ബ്ലാസ്റ്റേഴ്സിനും. അടുത്ത സീസണിലേക്ക് വലിയൊരു തിരിച്ചൊരു ബ്ലാസ്റ്റേഴ്സ് നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ കണ്ണറിയാൻ എന്തെങ്കിലും നടക്കുക എന്ന്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളെ ഇപ്പം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം പോവുക. അടുത്തൊരു വീണ്ടും കാണാം.